പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കൂടി മസ്തിഷ്ക ജ്വരം പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോലീസ് ഇപ്പോൾ ചെറുപ്പക്കാരായ കുട്ടികൾ സമരം നടത്തുന്നിടത്തൊക്കെ ലാത്തി ചാർജിന് പകരം അവർക്ക് പരിക്കേൽക്കാതിരിക്കാൻ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാണാം. അതിശക്തമായ രീതിയിൽ ജലം പ്രഷർ കൊടുത്ത് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരെ ഡിസ്പേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ ദൈനംദിനം നിത്യവും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ വെള്ളം ഇത്ര പ്രഷർ കൊടുത്ത് ചീറ്റിയാൽ അവിടുത്തെ സമരം ചെയ്യുന്ന ആ കുട്ടികളുടെയോ വലിയവരുടെയോ മൂക്കിനകത്തൂടെ അത് ബ്രെയിനിലെത്തും, ഇല്ലെങ്കിൽ ചെവി കൂടെ അത് ബ്രെയിനിലെത്തും. ഹൈ പ്രഷർ ആയതുകൊണ്ട് കണ്ണ് അറിയാതെ തുറന്നു വെച്ചില്ല, അതിലേ കൂടെ ബ്രെയിനിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നൈഗ്ലേറിയ ഫ്ലോളേറി എന്ന ഈ ബ്രെയിൻ ഈറ്റിംഗ്, ബ്രെയിന് തിന്നുന്ന ഈ അമീബിയ, അത് മൂലം കേരളത്തിൽ ഏകദേശം 70 പേരായിപ്പോൾ ആശുപത്രിയിലുണ്ട്. 19 പേരും മരണപ്പെട്ടു. 3 വയസ്സ് മുതലുള്ള 92 വയസ്സ് വരെ പ്രായത്തിലുള്ളവർ വരെ മരിച്ചിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം കേരള പോലീസ്. ജലപീരങ്കിയിലെ ജലം ശുദ്ധമായിരിക്കണം. ഇപ്പോൾ സാധാരണ റോഡ് സൈഡിൽ കാണുന്ന കുളങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് ക്യാമ്പിലുള്ള കുളങ്ങളിൽ നിന്നൊക്കെയാണ് ഈ വെള്ളം ഫില്ല് ചെയ്ത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്നത്. അശുദ്ധജലം തന്നെയാണത്. അത് മനുഷ്യൻ്റെ ദേഹത്തോട്ട് പ്രഷർ കൊടുത്ത് അത് ചീറ്റിക്കുമ്പോൾ അത് മൂക്കിക്കൂടെയും ചെവിക്കൂടെയും ബ്രെയിനിലേക്ക് എത്തും. ബ്രെയിൻ ഈറ്റിംഗ് എന്ന് പറയുമ്പം ബ്രെയിനിലെ തലച്ചോറ് ഈ അമീബ കാർന്ന് തിന്ന് നമ്മൾ പെട്ടെന്ന് പനിയുണ്ടാവും, നമ്മൾ അബോധാവസ്ഥയിൽ പോവും, മരണമടയുകയും ചെയ്യും. ഇതിനെ നശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ മെഡിക്കലിൽ അധികവും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ വളരെ റെയറായിട്ട് പലരും രക്ഷപ്പെടുന്നുണ്ട്. പിടിക്കപ്പെടാതിരിക്കുക തന്നെയാണ് ഏറ്റവും ഉത്തമമായ ഡിഫൻസ്. ഇപ്പോൾ തന്നെ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വീട്ടിൽ നിങ്ങൾ കുളിക്കുമ്പം വെള്ളം കോരി കുളിച്ചാലും അതിനൂടെയും കുളിക്കുന്ന സമയത്തും നല്ല ശുദ്ധജലമല്ലെങ്കിൽ ആ വെള്ളം മൂക്കിലോട്ട് കയറും, ചെവിയിലോട്ട് കുറേ കയറും. അതിലൂടെ ഈ അമീബിക്കായിട്ടുള്ള ഈ നൈഗ്ലേറിയ ഫ്ലോല എന്ന ഈ അമീബ ശരീരത്തിൽ കയറി ബ്രെയിനിൽ നാമാവശേഷമാവും. ബ്രെയിനിൽ നമ്മുടെ ചിന്താശക്തി നശിപ്പിക്കും. നമ്മൾ അബോധാവസ്ഥയിലേക്ക് പോയി മരണത്തിലേക്ക് പോകും. അതുകൊണ്ട് പോലീസ് ഇക്കാര്യം ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ഈ വെള്ളം ചൂടാക്കി ആ വെള്ളം തണുപ്പിച്ചിട്ട് ആൾക്കാരുടെ പുറത്തേക്ക് ചീറ്റിക്കൊള്ളുക. അല്ലെന്നുണ്ടെങ്കിൽ ശുദ്ധജലം ക്ലോറിൻ കലക്കി, ആ വെള്ളത്തിനകത്ത് ക്ലോറിൻ കലക്കിയാലും മതിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേയൊക്കെ അമീബ ചത്തുപൊക്കോളും. അതുകൊണ്ട് സ്വല്പം ക്ലോറിൻ കൂടിയാലും കണ്ണിന് പ്രശ്നമാണ്. അല്പസ്വല്പം ഇത് നശിക്കാൻ വേണ്ടിയിട്ട് ക്ലോറിൻ ചേർത്തിട്ട് അത് തുറന്നു വെച്ചിരുന്നാൽ കുറേയൊക്കെ ക്ലോറിൻ ആവിയായി പുറത്ത് പൊക്കോളും. അതുകൊണ്ട് പോലീസ് ഇക്കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ സമരത്തിൽ പങ്കെടുത്ത ആർക്കെങ്കിലും ഇതുവരെ അമീബിക് ഡിസെൻട്രി വന്നോ ഇല്ലയോ എന്നൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ടും പോലീസ് ഇത് കൈകാര്യം ചെയ്യണം. കഴിവുള്ളിടത്തോളം ജലപീരങ്കി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സമരത്തിൻ്റെ വേലിയേറ്റം ഇനി 5-10 മാസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. അതുകൊണ്ട് സംയമനം പാലിച്ച് കുറേയൊക്കെ അവരെയൊക്കെ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. ക്രൂരമായ രീതിയിൽ മർദ്ദിക്കരുത്. കാരണം ലാത്തി വെച്ച് അടിക്കുന്ന അടി തലക്കിട്ട് കൊടുക്കുന്നത്, എന്തിനാണ് തലക്കിട്ട് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ദേഹത്ത് കൊടുക്കാമല്ലോ, അവർ ജീവിച്ചു പോട്ടെ. തലയടിച്ച് പൊട്ടിച്ച് വികൃത മനുഷ്യനാക്കി വീടുകളിൽ പല സ്ഥലത്തും പല ആൾക്കാരും കിടപ്പ് അല്ലെങ്കിൽ കിടപ്പ് രോഗിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് അവരുടെ വീടുകളിലുമൊക്കെ ഇതുപോലെ സഹോദരങ്ങൾ ജാഥയ്ക്കൊക്കെ പോകുന്നവരാണെന്ന് ഓർത്തോണം. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ സംയമനം പാലിക്കണം. അങ്ങനെ ഒരു ഡയറക്ഷൻ SAP ക്യാമ്പുകളിൽ തല്ലാൻ വരുന്ന ആ പോലീസ് എമർജൻസി പോലീസുകാർക്ക് അഡീഷണലായിട്ട് ക്ലാസ് കൊടുത്തിട്ട് മനുഷ്യൻ്റെ തലയട്ടിച്ച് പൊട്ടിക്കരുത്. കാരണം അതൊക്കെ വേറെ സമയത്തുള്ള കാര്യങ്ങളാണ്. അത് ലാത്തി ചാർജ് ബ്രിട്ടീഷ് കാലത്തുള്ളതാണ്. അതിൽ നിന്നൊക്കെ പോലീസ് മാറി സഞ്ചരിച്ചേ പറ്റുള്ളൂ. അടിക്കുന്ന അടി കഴുത്തിന് താഴോട്ടായിരിക്കണം അടിക്കേണ്ട സന്ദർഭത്തിൽ. കാരണം അല്ലാത്ത സമയത്ത് കഴുത്തിന് മുകളിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ
അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറണം. പല സന്ദർഭത്തിലും ഞാനിപ്പം കാണുന്നത് വയലൻ്റായ രംഗങ്ങളിൽ പോലീസ് തലക്കിട്ടാണ് അടിക്കുന്നത്. അത് കർശനമായിട്ട് നിരോധിക്കാനുള്ള സംവിധാനം കേരളത്തിൽ വേണം. ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ DGPക്ക് അത് ശ്രദ്ധിക്കണം. നമുക്ക് ഒരാളെ, സമരത്തിൽ വരുന്ന ആളെ തലയടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നേക്കും രോഗിയാകും, ചിലപ്പോൾ ആ വീട്ടിലെ വരുമാനം നിൽക്കും, അത് പലരും ആത്മഹത്യയിലേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ആവശ്യമില്ല കേരളത്തിൽ. അല്ലാതെയുള്ള ആൾക്കാർ സമാധാനത്തോടെ സമരം നടത്തി പൊക്കോട്ട്. ലാത്തിച്ചാർജ് കഴിവുള്ളത്തോളം ഒഴിവാക്കുക. വെള്ളം ചീറ്റിക്കുന്ന പരിച്ഛേദം നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു.